ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കുവാണെങ്കിൽ നിഫ്റ്റി ഒരു ഗ്യാപ് ഡൗണിലാണ് ഇന്ന് ഓപ്പൺ ആയത്. 9163 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 9296 വരെ മാർക്കറ്റ് പോയി 9154 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. ഇന്ന് സെക്ടർ വൈസ് നോക്കുവാണെങ്കിൽ ആപ്പാടെ ഫാർമ സെക്ടർ മാത്രമായിരുന്നു ഒരു പോസിറ്റീവിലുണ്ടായിരുന്നത്. ബാക്കി എല്ലാ സെക്ടറും തന്നെ നല്ല ഡൗണിലായിരുന്നു. അതിൽ തന്നെ റിയാലിറ്റി സെക്ടർ ആയിരുന്നു ഏറ്റവും കൂടുതൽ മാർക്കറ്റിനെ താഴേക്ക് ഡ്രാഗ് ചെയ്തത്. 4% ആയിരുന്നു ഇന്ന് റിയാലിറ്റി സെക്ടർ ഡൗൺ. അത് തുടർന്ന് ബാങ്കിങ് സെക്ടറും പിന്നെ അതുപോലെ തന്നെ മെറ്റൽ, മീഡിയ, ഓട്ടോ ഈ സെക്ടറുകളെല്ലാം തന്നെ മാർക്കറ്റിൽ ഒരു ഡൗൺ ട്രെൻഡിന് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നും കാണാനായിട്ട്. ഇന്ന് ടോട്ടൽ അഡ്വാൻസസ് നോക്കുവാണെങ്കിൽ 10 സ്റ്റോക്കുകളാണ് നിഫ്റ്റി 50-ൽ അഡ്വാൻസസ് നിന്നത്. ബാക്കിയെല്ലാം 40 സ്റ്റോക്കുകളും ഡൗണിലാണ്, ഡിക്ലൈനിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിനുള്ള പ്രധാന കാരണങ്ങൾ നോക്കുവാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് ഇന്ന് രാവിലെ നോക്കുവാണെങ്കിൽ US മാർക്കറ്റും അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റും എല്ലാം തന്നെ ഡൗണിലായിരുന്നു. അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റ് നോക്കുവാണെങ്കിലും Nifty രാവിലെ ഏകദേശം ഒരു 100-150 പോയിൻറ്റ്സിൻ്റെ അടുത്ത് ഡൗണിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു നെഗറ്റീവ് ഔട്ട്ലുക്ക് തന്നെ അത് കൊടുത്തു. അതേ തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവിലാണ് ഇന്ന് ഓപ്പണിംഗ് ആയത്. പിന്നെ ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റ് നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ US മാർക്കറ്റ് നെഗറ്റീവിൽ നിൽക്കുന്നു. യൂറോപ്യൻ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഏകദേശം 0.7-0.8% ഡൗണിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ Nifty ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. Nifty നോക്കുവാണെങ്കിൽ 15 പോയിൻറ്റ്സ് അപ്പിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ ഗോൾഡിൻ്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ ഇന്ന് 413 രൂപ ഇന്ന് ഗോൾഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു മാർക്കറ്റിലുള്ള അൺസർട്ടനിറ്റി നിൽക്കുന്നത് കാരണം, അതായത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലും അതേപോലെ തന്നെ മാർക്കറ്റിലുള്ള അൺസർട്ടനിറ്റി എല്ലാം ഉള്ളതുകൊണ്ട് ഒരു ഗോൾഡാണ് ഇപ്പോൾ ഒരു സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഗോൾഡിൻ്റെ ഒരു ഡിമാൻഡ് കൂടി ഇൻവെസ്റ്റേഴ്സ് അങ്ങോട്ടേക്ക് കൂടുതൽ വന്നതുകൊണ്ട് അതാണ് പ്രധാന കാരണം. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരു വർധനം ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുവൈറ്റിലൊക്കെയുള്ള കമ്പനികൾ അവരുടെ ആ ഒരു ഓയിൽ പ്രൊഡക്ഷൻ വീണ്ടും കട്ട് ചെയ്യാം എന്നുള്ളൊരു എഗ്രിമെൻറ്റ്, അതിനുള്ളൊരു സമ്മതം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗ്ലോബലായിട്ടുള്ള ഇപ്പോൾ ഒരു കണ്ടീഷനൊക്കെ വെച്ചിട്ട്. അപ്പോൾ അത് ക്രൂഡ് ഓയിലിനൊക്കെ ഒരു നല്ല ന്യൂസായിട്ട് മാറി. അത് തുടർന്ന് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആയിട്ടുണ്ടായിരുന്നു. ഇനി ഇന്നത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കുവാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസം 22-ാം തീയതി 23-ാം തീയതി നോക്കുവാണെങ്കിൽ 2 ദിവസം നെറ്റ് വിത്ഡ്രോവലാണ് കാണുന്നത്. ഈ ഒരു മാസം മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ 6600 കോടി നെറ്റ് വിത്ഡ്രോവലാണ് FII ആക്ടിവിറ്റിയിൽ കാണുന്നത്. DII നോക്കുവാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസം ഒരു നെറ്റ് പർച്ചേസാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ റുപ്പിയുടെ പ്രൈസ് നോക്കുവാണെങ്കിൽ രൂപയുടെ മൂല്യം ഇന്ന് വീണ്ടും കഴിഞ്ഞ 2 ദിവസത്തെ സെഷനിലുണ്ടായ ഗെയിൻ എല്ലാം വീണ്ടും അത് റൈസ് ചെയ്തു. 38 പൈസ അത് ഡൗൺ ആയി 76.45 രൂപ ഇന്ന് എൻഡായിരിക്കുന്നത്. ഇനി ഇന്ന് നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുവാണെങ്കിൽ ഡെയിലി ചാർട്ടിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്നത്തെ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ നോക്കുവാണെങ്കിൽ ഒരു ബിയറിഷ് ക്യാൻഡിലിൻ്റെ ഫോർമേഷനാണ് ഇന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലെ മാർക്കറ്റിനൊന്ന് വാച്ച് ചെയ്യുക. ഒരു അടുത്ത ദിവസം മാർക്കറ്റ് ഇതിൻ്റെ താഴേക്ക് ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു ഡൗണിലേക്കുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ 8900 പിന്നെ 8850 ആ ഒരു റേഞ്ചിലാണ് അടുത്തൊരു സപ്പോർട്ട് നിൽക്കുന്നത്. 8920 പിന്നെ അതുപോലെ തന്നെ 8840. പിന്നെ അതേ തുടർന്ന് നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു സപ്പോർട്ട് നിൽക്കുന്നത് 8000 തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതെല്ലാം മാർക്കറ്റ് അങ്ങനെ ഒരു കൺഫർമേഷൻ തരുന്നില്ലെങ്കിൽ വീണ്ടും ഈ ഒരു റേഞ്ചിൽ തന്നെ മാർക്കറ്റ് പോകാനുള്ള സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മാർക്കറ്റിനെ ഒന്ന് വാച്ച് ചെയ്യുക, എങ്ങനെയാണ് മാർക്കറ്റ് പെർഫോം ചെയ്യുന്നതെന്നുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ ആ ഒരു മാർക്കറ്റും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു മാർക്കറ്റ് ഇങ്ങനെ ഡൗണിലേക്ക് പോകാനുള്ള സാധ്യത, അതായത് 2 ദിവസം ഒരു നല്ലൊരു ഗെയിൻ തന്നിട്ട് വീണ്ടും മാർക്കറ്റ് ഡൗണിലേക്ക് പോകാനുള്ള കാരണങ്ങളും എല്ലാം നമുക്ക് ഇന്നത്തെ ഒരു അപ്ഡേറ്റ്സിലൂടെ നോക്കാം. ആദ്യമേ തന്നെ ഇന്നത്തെ ഒരു നിഫ്റ്റിനെ താഴേക്ക് കൊണ്ടുപോയ സ്റ്റോക്കുകൾ, മെയിനായിട്ട് നിഫ്റ്റിയുടെ പോയിൻറ്റ്സിൽ നെഗറ്റീവ് കോൺട്രിബ്യൂഷൻ കൊടുത്ത സ്റ്റോക്കുകൾ നോക്കുവാണെങ്കിൽ ബാങ്കിങ് സെക്ടറിലുള്ള സ്റ്റോക്കുകളും പിന്നെ IT സെക്ടറിലുള്ള സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ട് ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതിൽ തന്നെ HDFC, ICICI, ഇൻഫോസിസ് പിന്നെ അതുപോലെ തന്നെ TCS ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ട് ഇന്ന് നിഫ്റ്റിനെ താഴേക്ക് ഡ്രാഗ് ചെയ്തത്. പിന്നെ അതിൽ റിയാലിറ്റി സെക്ടറിൽ നോക്കുവാണെങ്കിൽ ഫോണിക്സ് മിൽസും ഇന്ത്യ ബുൾസ് റിയൽ എസ്റ്റേറ്റ് ഇത് രണ്ടും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ ഡൗണിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇന്ന് ഈ ഒരാഴ്ച മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അപ്പോൾ IT സെക്ടറും ഫാർമ സെക്ടറും മാത്രമാണ് ഒരു ഗ്രീനിൽ നിൽക്കുന്നത്. ബാക്കി എല്ലാ സെക്ടറും ഈ ഒരാഴ്ച നോക്കുവാണെങ്കിൽ നെഗറ്റീവ് പെർഫോമൻസ് ആയിരുന്നു കണ്ടിരുന്നത് മൊത്തത്തിൽ. പിന്നെ പ്രധാന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിച്ച് റേറ്റിംഗ്സ് വീണ്ടും ഇന്ത്യയുടെ ആ ഒരു GDP ഗ്രോത്ത് റേറ്റിനെ വീണ്ടും ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുകയാണ് 0.8%. അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആ ഒരു ഇപ്പോഴത്തെ ഒരു ഗ്ലോബൽ എക്കോണമി ഔട്ട്ലുക്ക് പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ലോക്ക്ഡൗൺ, കൊറോണയുടെ ഇമ്പാക്റ്റ് ഇതെല്ലാം കൊണ്ട് തന്നെ GDPയിൽ വീണ്ടും ഒരു റീഎസ്റ്റിമേറ്റ് അവർ നടത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ അവർ വീണ്ടും ഒരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇതിൻ്റെ പുറത്തൊരു റീഎസ്റ്റിമേറ്റിനുള്ള സാധ്യതയും റേറ്റിങ്ങിനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് എന്ന് അവർ വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ന്യൂസാണ്. പിന്നെ ഓയിലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടു, അതായത് ഓയിൽ പ്രൊഡക്ഷനൊക്കെ കട്ട് ചെയ്തു എന്നുള്ളത്. പക്ഷേ വേറൊരു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ സ്റ്റോറേജ് ഫെസിലിറ്റീസ് എല്ലാം ഓൾമോസ്റ്റ് ഫില്ലായി എന്നുള്ളൊരു ന്യൂസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ
അങ്ങനെ സ്റ്റോറേജ് ഫെസിലിറ്റീസ് എല്ലാം ഫില്ലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൗണിൻ്റെ ഇത് ഡിമാൻഡ് കുറയുന്നു. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ എല്ലാം സ്റ്റോറേജ് ഫെസിലിറ്റീസിലേക്കാണ് ഇത് പ്രൊഡക്ഷൻ സ്റ്റോക്കെല്ലാം പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇനിയും ഈ ഒരു ലോക്ക്ഡൗണിലൊരു അനിശ്ചിതത്വം തുറന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ഓയിൽ പ്രൈസിനൊക്കെ വീണ്ടും അത് നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കൊറോണയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു നല്ലൊരു ന്യൂസ് കിട്ടുന്നത് വരെ മാർക്കറ്റിലുള്ളൊരു അൺസർട്ടനിറ്റി തുടരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ പ്രധാനമായിട്ടും ഇന്ന് മാർക്കറ്റിനെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നലെ തൊട്ട് മാർക്കറ്റിനെ ഒരു ഡൗണിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ മാർക്കറ്റിനെ താഴേക്ക് വലിക്കാനുള്ള പ്രധാന കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വന്നൊരു നല്ലൊരു ന്യൂസായിരുന്നു. ഗിലിയാഡ് സയൻസ് അവർ വികസിപ്പിച്ചെടുത്തൊരു വാക്സിൻ കൊറോണയെ നല്ല രീതിയിൽ, അതായത് കൊറോണയ്ക്ക് ഇഫക്റ്റീവായിട്ട് പ്രതിരോധിക്കുന്നു എന്നുള്ളൊരു ന്യൂസ് അവർ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് യൂറോപ്യൻ മാർക്കറ്റും US മാർക്കറ്റും അതുപോലെ ഇന്ത്യൻ മാർക്കറ്റിലെല്ലാം മുകളിലേക്ക് പോയത് നമ്മൾ കാണുകയും ചെയ്തതായിരുന്നു. പക്ഷേ അവരിപ്പോൾ ഒരു പുതിയൊരു അനൗൺസ്മെൻറ്റ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡ്രഗ് ട്രയലിൻ്റെ റിസൾട്ട് അത് WHO ഭാഗത്തുനിന്ന് മിസ്റ്റേക്കായിട്ട് വന്ന ഒരു പബ്ലിഷ്മെൻ്റ് ആണ്, അത് മിസ്റ്റേക്കായിട്ട് പബ്ലിഷ് ചെയ്ത ന്യൂസാണ് എന്നൊരു അനൗൺസ്മെൻറ്റ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ന്യൂസ് വന്നതിനെ തുടർന്നാണ് മാർക്കറ്റ് വീണ്ടും ഡൗണിലേക്ക് പോകാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ആ ഒരു കൊറോണയുടെ വാക്സിനേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു അൺസർട്ടനിറ്റി വീണ്ടും നിലനിൽക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ US മാർക്കറ്റിനെ മിനിയാന്ന് മുകളിലേക്ക് അതൊരു പോസിറ്റീവിലേക്ക് കൊണ്ടുവന്ന ഒരു കാരണമായിരുന്നു USലെ ജോബ്ലെസ് ക്ലെയിംസ് അതിൻ്റെ ഒരു പീക്കിലെത്തി. പുതുതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ജോബ്ലെസ് ക്ലെയിംസിൻ്റെ ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ ആ ഒരു കുറവ് വരുന്നു എന്നുള്ളൊരു അതിന് ഒരു പോസിറ്റീവ് ന്യൂസായിട്ട് വന്നിരുന്നു. അപ്പോൾ അതേ തുടർന്നായിരുന്നു മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ആ ഒരു ഗ്ലോബൽ ലെവലിൽ നോക്കുവാണെങ്കിൽ വന്ന എക്കണോമിക് ഡാറ്റ, പ്രത്യേകിച്ച് US ഒക്കെ ഒരു എക്കണോമിക് ഡാറ്റ എടുത്ത് നോക്കുവാണെങ്കിൽ വളരെ വീക്കായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കാണുന്നത്. അതുപോലെ തന്നെ US മാനുഫാക്ചറിങ് PMI നോക്കുവാണെങ്കിൽ 11 ഇയേഴ്സ് ലോയിലേക്ക് പോയി എന്നുള്ളൊരു ന്യൂസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കുമ്പം USലെ എക്കണോമി ഡൗണിലായി എന്നുള്ളൊരു കാരണമായിരുന്നു US മാർക്കറ്റിന് ഇന്നലെ ഡൗണിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് അത് വീണ്ടും ഓരോ മാർക്കറ്റിലും അഫക്റ്റ് ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. അതേ പിന്തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റും ഇന്ന് ഡൗണിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പം ഈ ഒരു കാരണങ്ങൾ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മൾ നോക്കുവാണെങ്കിൽ മാർക്കറ്റിലുള്ള ഒരു അൺസർട്ടനിറ്റി നമുക്ക് മാറിയിട്ടില്ല എന്ന് വേണം കാണാനായിട്ട്. അപ്പം ഇതുവരെ ഈ ഒരു പോയിന്റ് വരെ ഇൻവെസ്റ്റേഴ്സിനെ ഉള്ള പ്രതീക്ഷകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണേൻ്റെ കേസുകൾ പീക്കിലെത്തി. അതുപോലെ തന്നെ ഈ ഒരു ഡ്രഗിനെ സംബന്ധിച്ചിടത്തോളം, ഈ ഒരു കൊറോണയുടെ വാക്സിനേഷനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ഹോപ്പുകളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വീണ്ടും അൺസർട്ടനിറ്റിയിലേക്ക് പോകുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു കൺസോളിഡേഷനൊക്കെ ആയി എന്ന് നമുക്ക് ഇനിയും പറയാനായിട്ടില്ല. മാർക്കറ്റിൽ ഈ ഒരു അൺസർട്ടനിറ്റി തുടരുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഒരു സാവധാനം ഒന്ന് വെയിറ്റ് ചെയ്ത് മാർക്കറ്റിലെ ഒന്ന് അനലൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നമ്മൾ ഒരു വളരെ ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ തുടരുന്നതായിരിക്കും ഈ ഒരു സമയത്ത് നല്ലത്. പിന്നെ SBI കാർഡ്സിനെ സംബന്ധിച്ച ഒരു പോസിറ്റീവ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ മാർച്ച് 31, 2020 വരെയുള്ള ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ 17,363 കോടിയുടെ നെറ്റ് ബോറോവിങ് അവരുടെ ആ ഒരു SBI കാർഡ്സിൽ നടന്നിട്ടുണ്ട് എന്ന് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് SBI കാർഡ്സിൻ്റെ ഒരു നല്ലൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഷെയർസൊക്കെ നന്നായിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓഡിറ്റിങ്ങിന് മുമ്പുള്ളൊരു ഡാറ്റയാണ്, ഓഡിറ്റിംഗ് ഇനിയും നടക്കാനുണ്ട് എന്നവർ ആ ഒരു ന്യൂസിൽ പറയുന്നുമുണ്ട്. എന്നിരുന്നാലും ഇതൊരു നല്ലൊരു ന്യൂസാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഷെയർ കയ്യിൽ വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാങ്ങാൻ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ന്യൂസിനെ നല്ലൊരു പോസിറ്റീവ് ന്യൂസായിട്ട് എടുക്കുക. ഇപ്പോൾ നല്ല വാല്യുവേഷനുള്ളൊരു ഷെയറാണ് ഈ ഒരു SBI കാർഡ്സിൻ്റേത്. ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ ഇഷ്യൂ ഒക്കെ നിൽക്കുന്നത് കൊണ്ട്, അതുപോലെ തന്നെ ആ ഒരു കാർഡ്സിൽ വലിയൊരു ഡിമാൻഡ് ഇല്ല, പർച്ചേസ് ഒന്നും അധികം നടക്കുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ഷെയറൊക്കെ ഒന്നും ഡൗൺ ആയിട്ട് നിൽക്കുന്നത്. ഒരു മാർക്കറ്റൊക്കെ തിരിച്ചു വരുമ്പം അല്ലെങ്കിൽ ലോക്ക്ഡൗണൊക്കെ ഒന്ന് മാറി വീണ്ടും ഒരു പഴയ സ്ഥിതിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ളൊരു ഷെയറുമാണിത്. തീർച്ചയായിട്ടും ഈ ഒരു ഷെയറിനെ നിങ്ങളുടെ അനാലിസിസിലേക്ക് കൊണ്ടുവരിക. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ ഫ്രാങ്ക്ലിൻ ടെംപ്ലേറ്റൺ എന്നൊരു ന്യൂസിൽ ഒരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു 6 ബോണ്ട് സ്കീമുകൾ നിർത്താൻ പോകുന്നു എന്നുള്ളത്. അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ മാർക്കറ്റിലുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരവരുടെ ആ ഒരു സ്റ്റോക്കുകളിൽ അവരവരുടെ ഒരു ബോണ്ടിലൊക്കെ നല്ലൊരു റിഡംഷൻ കണ്ടു. അതുകൊണ്ട് തന്നെ ആ ഒരു 6 സ്കീമുകൾ നിർത്തലാക്കാൻ പോകുന്നു എന്നൊരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഓരോ കമ്പനികളും അതുപോലെ തന്നെ ഓരോ ഫേംസൊക്കെ അവരവരുടെ കൊറോണയിലുണ്ടായ ഇമ്പാക്റ്റുകളൊക്കെ പയ്യെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്, അപ്ഡേറ്റുകളൊക്കെ തരുന്നുണ്ട്. അപ്പം ഒന്ന് മാർക്കറ്റിനെ ഒന്ന് കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ അതിനെ തുടർന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്നതാണ് ഈ ഒരു സമയത്ത് നല്ലത്. പിന്നെ ഒരു നെസ്ലനെ സംബന്ധിച്ചുള്ള പോസിറ്റീവ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ പാരൻറ്റ് കമ്പനി ഈ ഒരു കഴിഞ്ഞ ക്വാർട്ടറിൽ 4.3% ഗ്രോത്ത്
അവരുടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏർണിങ്സ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നെസ്ലേക്ക് ഒരു പോസിറ്റീവ് ന്യൂസായി മാറി. അതുകൊണ്ട് തന്നെ അവരുടെ ഇന്നത്തെ ഒരു ലോയിൽ നിന്ന് വീണ്ടും കരകയറി എന്ന് വേണം കാണാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂണിലിവർ എന്ന് പറഞ്ഞ കമ്പനി കഴിഞ്ഞ ദിവസം വേറൊരു അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് ഈ ഒരു സമയത്ത് പറ്റുന്നില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ആ ഒരു കൊറോണേൻ്റെ ഇഷ്യൂവും അതുപോലെ തന്നെ ലോക്ക്ഡൗണൊക്കെ നിൽക്കുന്നതുകൊണ്ട് അടുത്തൊരു ഗൈഡൻസ് എങ്ങനെ എടുക്കണം എന്ന് അവർക്ക് കിട്ടുന്നില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നെസ്ലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു വർഷത്തേക്കുള്ള ഗൈഡൻസൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്തു. പിന്നെ എലാൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് നോക്കുകയാണെങ്കിൽ, അവർക്ക് വീണ്ടും ഒരു പ്രോജക്റ്റ് കിട്ടിയിരിക്കുകയാണ്. ഒരു ഇലക്ട്രിഫിക്കേഷൻ അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ്. അത് ഏകദേശം 1000 കോടിക്കും 2500 കോടിയുടെയും ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് നോക്കുകയാണെങ്കിൽ എലാൻറ്റിയുടെ സ്റ്റോക്ക് വീണ്ടും ഇന്ന് അപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രാനുൾസ് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് US FDA നിന്ന് ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു പുതിയൊരു മെഡിസിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനുമായിട്ട്. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഭാരതി ഇൻഫ്രാട്രയിൽ ഇന്ന് അവരുടെ Q4 ഏർണിങ്സ് അവർ അപ്ഡേറ്റ് ചെയ്തു. ഏകദേശം 7% ഗ്രോത്താണ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ക്വാർട്ടറിൽ, Q4. പിന്നെ ഇൻഷുറൻസ് കമ്പനികൾ നോക്കുകയാണെങ്കിൽ മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് നല്ലൊരു ഡൗൺ ഉണ്ടായി, ബിസിനസ്സിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടായി എന്നവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് നോക്കുകയാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് സ്റ്റോക്കുകളെല്ലാം തന്നെ ഏകദേശം നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ അശോക് ലേലാൻഡ് അവരുടെ ഹിന്ദുജ ലേലാൻഡ് ഫിനാൻസിൽ അവരുടെ ഒരു സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗോവ കാർബൺ, മോണ്ടെ കാർലോ ഫാഷൻസ് അവരുടെ ഓപ്പറേഷൻസൊക്കെ പാർഷ്യലായിട്ട് വീണ്ടും റെസ്യൂം ചെയ്തു. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈൻഡ്രി ഇന്ന് അവരുടെ Q4 ഏർണിങ്സ് റിലീസ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ മൈൻഡ്രിയുടെ സ്റ്റോക്കുകളൊക്കെ കൈവച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഏർണിങ്സ് വാച്ച് ചെയ്യുക. ഏർണിങ്സ് റിലീസാവുന്നു എന്നുള്ള ന്യൂസിനെ തുടർന്ന് മൈൻഡ്രിൻ്റെ സ്റ്റോക്ക് ഇന്ന് 2% ഉയർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ അലംപിക് ഫാർമ അവരുടെ ആ ഒരു ഏർണിങ്സ് ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഏർണിങ്സ് ആയിരുന്നു അവർ റിലീസ് ചെയ്തത്. അതേ തുടർന്ന് നോക്കുകയാണെങ്കിൽ ആ സ്റ്റോക്ക് ഇന്നലെയും നല്ല രീതിയിൽ അപ്പായിട്ടുണ്ടായിരുന്നു. ഇന്നും നോക്കുകയാണെങ്കിൽ വീണ്ടും ആ ഒരു റാലി കണ്ടിന്യൂ ചെയ്തു എന്ന് വേണം കാണാനായിട്ട്. പിന്നെ ബ്രിട്ടാനിയനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്നലെ അവരുടെ ഏർണിങ്സ് റിലീസ് ചെയ്തു. ഒപ്പം തന്നെ ആ ഒരു ബോർഡ് മീറ്റിങ്ങിൽ അവരുടെ ഒരു ഇൻ്ററിം ഡിവിഡൻറ്റ് അവർ ഡിക്ലെയർ ചെയ്തു, 35 രൂപ പെർ ഷെയർ. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റോക്കിന് വീണ്ടും ഒരു പോസിറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്ക് അപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഗ്ലോബൽ ലെവലിൽ നമ്മൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ, US സംബന്ധിച്ചിടത്തോളം അവർ ഒരു 484 ബില്യൻ്റെ ഒരു ബില്ല് അവർ അപ്രൂവ് ചെയ്തു. ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു, അതായത് ഒരു അപ്രൂവൽ കൊടുത്തു എന്നുള്ളത്. അപ്പോൾ ആ ഒരു US ഹൗസിൽ നിന്ന് അത് ബില്ല് പാസ് ചെയ്തു. പിന്നെ പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ, ഇറ്റലിയിൽ നോക്കുകയാണെങ്കിൽ റിക്കവറി നോക്കുകയാണെങ്കിൽ പുതിയ കേസുകളെക്കാട്ടിലും കൂടുതലായി റിക്കവറികൾ നടക്കുന്നു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈനയിൽ നോക്കുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്ത കേസുകളിലൊന്നും തന്നെ പുതിയ ഡെത്തുകളൊന്നും കാണുന്നില്ല, റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിലും കുറവാണ് എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പോസിറ്റീവ് ന്യൂസുകൾ നമുക്ക് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ആ ഒരു കൊറോണയെ സംബന്ധിച്ചിടത്തോളം ഇനി നമുക്കൊരു കൺട്രോളിലായി എന്ന് പറയാനായിട്ടില്ല. കാരണം ഇന്ത്യയിൽ നോക്കുകയാണെങ്കിലും ഇപ്പം പുതുതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിലൊക്കെ കൂടുതൽ വരുന്നു. അതുപോലെ തന്നെ പ്രധാനമായിട്ടും നമ്മുടെ മെയിൻ സിറ്റീസൊക്കെ നോക്കുകയാണെങ്കിൽ, ഡൽഹി, മുംബൈ ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ ഇനി നമുക്ക് കൺട്രോളിലായിട്ടില്ല എന്ന് വേണം കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ ഇനിയും അൺസർട്ടനിറ്റി തുടരുകയാണ് വാക്സിനേഷനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാൻ സാധിക്കും, അതായത് പയ്യെ എക്കണോമിക് ഡാറ്റയൊക്കെ പുറത്ത് വരുന്നു, അതുപോലെ തന്നെ കമ്പനികളുടെ ഏർണിങ്സ് ഒക്കെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ അത് മാർക്കറ്റിൽ പയ്യെ കൊണ്ടുവരുന്ന ഇമ്പാക്റ്റുകൾ നമ്മളിപ്പോൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ നമുക്ക് ഇപ്പോഴും എങ്ങോട്ടേക്ക് എന്ന് നമുക്ക് പറയാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒന്ന് കോഷ്യസ് ആയിട്ട് ഇരിക്കുക. ഈ ഒരു ന്യൂസ് അപ്ഡേറ്റുകളിലൊക്കെ നിങ്ങൾ ഒന്ന് നന്നായിട്ട് അനലൈസ് ചെയ്യുക, മാർക്കറ്റിനെ അനലൈസ് ചെയ്യുക. നല്ല സ്റ്റോക്കുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം തുടരുക. അങ്ങനെ മാർക്കറ്റിലൊന്ന് സാവധാനം ക്ഷമയോടുകൂടി മാർക്കറ്റിലേക്ക് ഒന്ന് ഇറങ്ങുന്നതായിരിക്കും ഈ ഒരു സമയത്ത് നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. പിന്നെ നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങളൊക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്ന നോളജുകളൊക്കെ കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.